ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 68ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് മെയിനായിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 1ൻ്റെ വിന്നർ സാബുമാൻ ഓൾറെഡി ഒരു ദിവസം മുമ്പ് തന്നെ വീട്ടിനകത്ത് കയറിയിരുന്നു, ഒരു സീക്രട്ട് ടാസ്കിൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ ഇന്നലെ സാബുമാൻ്റെ ഒരു എന്താ പറയുക മോർണിംഗ് ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിനകത്ത് സാബുമാൻ എല്ലാവരെയും കുറിച്ച് പറയുക, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു, ടിപ്സ് കൊടുക്കുന്ന കാര്യം എല്ലാം ഇതൊക്കെയായിരുന്നു. വിൻ ചെയ്തതിന് ശേഷം സാബുമാന് എന്തൊക്കെയായിരുന്നു പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും ഉള്ള മാറ്റങ്ങൾ വന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ശേഷം തന്നെ ബിഗ് ബോസ് വീണ്ടും സാബുമാൻ ഒരു ടാസ്ക് കൊടുത്തു, എല്ലാ ഹൗസ് മേറ്റ്സിനും റോസ്റ്റ് ചെയ്യാൻ. പിന്നെ തിരിച്ചും ഹൗസ് മേറ്റ്സിന് സാബുമാനെ ആ പറഞ്ഞ പോയിൻറ്റ്സ് വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാം. ഇവർ എന്തൊക്കെ കമൻസാണോ സാബുമാൻ പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട് തിരിച്ച് വീണ്ടും ഹൗസ് മേറ്റ്സിന് സാബുമാനെ റോസ്റ്റ് ചെയ്യാം. അങ്ങനെയായിരുന്നു ടാസ്ക്. അപ്പോൾ സാബുമാൻ എനിക്ക് തോന്നുന്നു അത്ര സാബുമാൻ്റെ പണ്ടത്തെ സ്വഭാവം വെച്ചിട്ട് നോക്കുമ്പോൾ അത്രയും നന്നായിട്ട് എല്ലാ ഹൗസ് മേറ്റ്സിനെയും റോസ്റ്റ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞ ഒരു പരിധി വരെ ചെയ്തിട്ടുള്ളൂ. കാരണം ആൾക്ക് തിരിച്ച് റോസ്റ്റ് കിട്ടുന്നുള്ളൊരു പേടി കാരണമായിരിക്കും മേ ബി. എന്താണെങ്കിലും ഒരു പരിധി വരെ കുറച്ചൊരു ഇതിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹൗസ് മേറ്റ്സ് തിരിച്ചും അതുപോലെ തന്നെയാണ് ഒരു പരിധി വരെ തന്നെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം അക്ബറൊക്കെ പറയുന്നുണ്ട്, കാരണം സാബുമാൻ ഫസ്റ്റ് സീസണിൽ ചെയ്ത പല കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ നമ്മളിവിടെ പറയുകയാണെങ്കിൽ കൂടിപ്പോവും. അപ്പോൾ എന്താണെങ്കിലും നമ്മളത്ര പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും അത് ഓക്കെ, കാരണം അത് മാന്യമായിട്ട് തന്നെ ആ ടാസ്ക് തീർന്നു. ഇപ്പോൾ സാബുമാനാണെങ്കിലും ഹൗസ് മേറ്റ്സ് ആണെങ്കിലും റോസ്റ്റിംഗ് കുറച്ച് അതിൻ്റെ ഒരു പരിധി കുറച്ച് കുറച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനെ കുറിച്ചിട്ടും എല്ലാം ഒന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ പല വിഷയത്തിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞിട്ടുമില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു മോർണിംഗ് ടാസ്കിനകത്ത് അനീഷ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ സീരിയൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും മറ്റുള്ള ഇൻഡസ്ട്രിയിലൊക്കെയാണ് ആൾക്കാർ കൂടുതലും വരുന്നത്, സോഷ്യൽ മീഡിയയൊക്കെ. സാധാരണ ഒരു കോമണർ അങ്ങനെ ആരും വരുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു 10% മാത്രം അങ്ങനെ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ കോമണറായ അനീഷ് മാത്രമാണ് കുറച്ചും കൂടി ഒരു പേഴ്സണാലിറ്റി ഉള്ളൂ. എനിക്ക് തോന്നുന്നു അനീഷ് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഒരു റൈറ്ററാണ്, അങ്ങനെ പല ഇതിലുള്ളത്. പക്ഷെ കഴിഞ്ഞ തവണത്തൊക്കെ കോമണേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ ഒരു കോളേജ് ലെക്ചറായിരുന്നു, ഒരു ട്രാവലറായിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ആർക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ ശരിയാണ്, കാരണം അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത് പേഴ്സണലി. കാരണം കോമണേഴ്സിൻ്റെ കാറ്റഗറിയിൽ നിന്ന് വെറും 1% മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിലും കുറച്ചൊരു കൂട്ടി വരണം. ഇപ്പോൾ അടുത്ത കഴിഞ്ഞ സീസണിൽ 2 പേര് വന്നിരുന്നു ആ ഒരു കാറ്റഗറിയിൽ, ഇത്തവണ ഒരാളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു 2-3 പേരെങ്കിലും വരണം എന്ന് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതലും കോമണേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ഷോൻ്റെ റേറ്റിങ്ങിനെയും എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് മസാല ഇതിനെല്ലാം വേണ്ടിയിട്ട് ഇതേപോലെ മോഡൽസ്, അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെയുള്ള സീരിയൽ ഇൻഡസ്ട്രീസ്, ഫിലിം ഇൻഡസ്ട്രീസ് എന്നൊക്കെയുള്ള ആൾക്കാർ വേണം, എന്നാലും അവരുടെ റേറ്റിങ്ങും അത് എഫക്റ്റ് ചെയ്യുള്ളൂ, അത് കൂടാൻ അവരെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് അനീഷ് ഒരു കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺസേൺ അല്ല, അനീഷിൻ്റേതായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം എനിക്ക് വീണ്ടും ഇവർക്ക് കുറേ സ്പോൺസർഷിപ്പ് ടാസ്കുകളെല്ലാം കൊടുത്തിരുന്നു, അതെല്ലാം നന്നായി ചെയ്തു. പിന്നെ സാബുമാൻ പോയി അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് സാബുമാന് വീട്ടിനകത്തുള്ള ടൈം കഴിഞ്ഞു പറഞ്ഞിട്ട് പോയി. പിന്നെ അത്ര വലിയ കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ. പിന്നെ അവസാനം വീണ്ടും ഈ പറഞ്ഞ പോലെ വെസൽ നന്നായി കഴുകിയില്ല പറഞ്ഞിട്ട്, കുറേ പാത്രങ്ങളുണ്ട് ആരും കഴുകിയില്ല പറഞ്ഞിട്ട് അനീഷ് വീണ്ടും പറയുന്നതാണ്. അവസാനം നിവിൻ തന്നെ അക്സെപ്റ്റ് ചെയ്തു, നിവിൻ്റെ പാത്രമാണ് അത്. പിന്നെ ഓവനിൽ നിന്ന് എടുത്തിട്ടു, കഴുകാൻ മറന്ന കുക്കീസ് ഉണ്ടാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് പിന്നെ നിവിൻ പോയി കഴുകുന്നുണ്ട്. അത് നിവിനായത് കാരണം അത് അത്ര ഇതായിട്ട് ഹാൻഡിൽ ചെയ്തു, അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കിയില്ല, വേഗം പോയി കഴുകി. വേറെ പല ആൾക്കാരാണെങ്കിൽ അവിടെ വേറൊരു ഇഷ്യൂ ഉണ്ടായാൽ. അപ്പോൾ അത് എന്താണെങ്കിലും അതോടെ തീർന്നു. അവസാനം എന്താ പറയുക, പാത്രങ്ങളൊക്കെ കഴുകി സോൾവ് ചെയ്തു. അത്ര വലിയൊരു ഇഷ്യൂയിലോട്ട് അത് പോയില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്നലത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. ഭയങ്കര കൂളായിട്ടുള്ള എപ്പിസോഡായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രൊമോഷനിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ജയിൽ ടാസ്കിനും ക്യാപ്റ്റൻസിനും നോമിനേഷനാണ്. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച മിക്കവാറും അനീഷ് ജയിലിൽ പോകാൻ ഒരാളായിരിക്കും മേ ബി. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക ഇന്നത്തെ എപ്പിസോഡെന്ന് വിചാരിക്കുന്നു. നോമിനേഷൻ എന്തൊക്കെയാണ് പ്രൊമോഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.